നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവല്ലയുമായി ബന്ധപ്പെട്ട എല്ലാ പൊതുപ്രവർത്തനങ്ങളിലും സജീവമായി സഹകരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഫേസ് ഓഫ് തിരുവല്ല. വിവിധ പ്രവർത്തനങ്ങൾ ഫേസ് ഓഫ് തിരുവല്ലയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായി ചെയ്തു വരുന്നു. 2020 അവർ ചെയ്ത ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് തിരുവല്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നഗര കേരളം പദ്ധതിയുടെ ഭാഗമായി തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു എന്നുള്ളത്. എന്നാൽ ഓരോ തിരുവല്ലക്കാരനെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയായി. ആരൊക്കെയോ ഈ തണൽ മരങ്ങളിൽ ഏറിയ പങ്കും വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. ചിലങ്ക തിയേറ്ററിനടുത്തുള്ള ബൈപ്പാസിലുള്ള തണൽ മരങ്ങളാണ് വെട്ടി നശിപ്പിച്ചത്. ഓരോ പരിസ്ഥിതി ദിനത്തിനും മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് പോലെ ആയിരുന്നില്ല ഫേസ് ഓഫ് തിരുവല്ലയുടെ ഈ പ്രവൃത്തി. എല്ലാ വർഷവും 2 പ്രാവശ്യമെങ്കിലും അതിലെ കാട് വെട്ടിത്തെളിച്ച് അതിനു ചുറ്റും വേലി കെട്ടി സംരക്ഷിച്ചാണ് ഫേസ് ഓഫ് തിരുവല്ല ഈ മരങ്ങൾ സംരക്ഷിച്ച് പോന്നിരുന്നത്. അങ്ങനെ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു പ്രവൃത്തി. ഈ മരങ്ങൾ വെട്ടി നശിപ്പിച്ചത് ആരായാലും അങ്ങേയറ്റം വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് കാണിച്ചതെന്ന് പറയാതെ വയ്യ. സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വിഷയത്തിൽ രോഷം പുകയുകയാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് എന്തിനിങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നാളെ ആർക്കും ഇതുപോലുള്ള പ്രവർത്തികളുമായി മുന്നോട്ട് വരാൻ കഴിയില്ലെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നു. ഈ വിഷയത്തിൽ തിരുവല്ലയിലെ പരിസ്ഥിതി പ്രവർത്തകനായ ഹരി ഗോവിന്ദ് പ്രതികരിക്കുന്നത് കേൾക്കുക. കഴിഞ്ഞ 2 ദിവസം മുമ്പേ തിരുവല്ല ടൗണിൽ 2020 ഹരിത നഗരം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വെച്ച തണൽ വൃക്ഷങ്ങൾ അതിൻ്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഫേസ് ഓഫ് തിരുവല്ലയുടെ വിവിധ പരിസ്ഥിതി സംഘടനകളുടെയൊക്കെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അന്ന് ഈ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചത്. ഈ വൃക്ഷങ്ങളന്ന് വെച്ചുപിടിപ്പിച്ചത് മാത്രമല്ല, ഈ വൃക്ഷങ്ങളെ തുടർന്ന് സംരക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വൃക്ഷങ്ങൾ ഇത്രയും വലുതായത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസം മുമ്പേ ആരോ ഇതിൻ്റെ ശിഖരങ്ങൾ, കുറേ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കൊടും വേനലായ ഈ അവസ്ഥയിൽ നമുക്കൊരു മഴ പോലും കിട്ടുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റുന്നൊരവസ്ഥ ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ വൃക്ഷങ്ങൾ നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇതൊരിക്കലും വികസനത്തിൻ്റെ പേരിലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അവിടുത്തെ പ്രദേശവാസികൾ ഈ വൃക്ഷങ്ങൾ അവിടെ വളർന്ന് വലുതായി ഒരു തണലുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരണ്ട എന്നുള്ളൊരു അവസ്ഥ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വെട്ടിമാറ്റിയ ഒരു രീതിയിലാണ് കാണുവാൻ സാധിച്ചത്. തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജൈവ വൈവിധ്യ സമ്പത്ത് അപ്പാടെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. പുഴകളൊക്കെ തന്നെ വറ്റി വരേണ്ട ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാലത്തിനനുസരിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ധാരാളം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയിൽ അതൊന്നും അപ്പാടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ വൃക്ഷങ്ങളെല്ലാം തന്നെ പരിപൂർണമായി വെട്ടി നശിപ്പിക്കുന്നു. കഴിഞ്ഞ 2 മാസം മുമ്പേ കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള 2 വൃക്ഷങ്ങൾ ഇതേ അവസ്ഥയിൽ തന്നെ വെട്ടിമാറ്റി. അപ്പം ജനങ്ങൾക്ക് തണലേകുവാൻ വേണ്ടിയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ ജൈവ വൈവിധ്യ സമ്പത്ത് നിലനിർത്തുവാൻ വേണ്ടിയാണ് സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ വിവിധ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഇതുപോലെയുള്ള വൃക്ഷവ്യാപന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴതിനെയെല്ലാം മുരടിപ്പിക്കുന്ന രീതിയിൽ വൃക്ഷങ്ങൾ വികസനത്തിൻ്റെ പേരിലുമൊക്കെ തന്നെ വെട്ടിമാറ്റുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ദോഷം നമ്മുടെ സമൂഹത്തിന് തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇതിൽ ശക്തമായി തന്നെ പ്രതികരിക്കുന്നു. വരും ദിവസങ്ങളിൽ നമ്മൾ ഈ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇനിയും ധാരാളം വൃക്ഷങ്ങൾ ആ മേഖലയിൽ വെച്ചുപിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന കാലങ്ങൾ ഫേസ് ഓഫ് തിരുവല്ലയുടെയൊക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് തിരുവല്ലയെ ഒരു ഹരിത ഗ്രഹമാക്കുവാൻ വേണ്ട നടപടികൾ തീർച്ചയായിട്ടും ചെയ്യും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.